ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ ചിലരൊക്കെ വളരെ മനോഹരമായ ജീവിതം നയിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിലൂടെ അവർ ദൈവത്തിന് മഹത്വം നൽകുന്നു. മറ്റുള്ളവർക്ക് സേവനം ശുശ്രൂഷ ചെയ്ത് ഉപകാരപ്രദമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ഇന്നത്തെ വചനത്തിൽ കാണുന്നത് പോലെ അവരും നല്ല ഭാഗം തിരഞ്ഞെടുത്തവരാണ്. അത് അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നില്ല. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഈശോയുടെ അടുത്തിരിക്കുക, അവിടുത്തെ ശ്രവിക്കുക. അവളുടെ ജീവിതം മനോഹരമായിരുന്നു. മർത്ത ചെയ്ത കാര്യം ഭംഗിയായി ചെയ്തിരുന്നെങ്കിൽ അവളും അംഗീകരിക്കപ്പെട്ടേനെ. പക്ഷേ അവൾ അസ്വസ്ഥതയായിരുന്നു. മറ്റുള്ളവരിലും അസ്വസ്ഥത കൊടുത്തു. ഈശോയുടെ അടുത്തുകൾ പരാതിയൊക്കെ പറഞ്ഞ് ആകെ അസ്വസ്ഥത. അങ്ങനെയും ജീവിക്കുന്നവരുണ്ട്. വേണ്ടതും വേണ്ടാത്തതുമൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അസ്വസ്ഥത പ്രദാനം ചെയ്ത് ഒരു പ്രയോജനവുമില്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുമുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ മനോഹരമായി തീരേണ്ടതാണ്. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്യേണ്ട നല്ല ഭാഗമെന്ന് മനസ്സിലാക്കണം, വിവേചിച്ചറിയണം, തമ്പുരാൻ്റെ അടുത്തിരുന്നത് മനസ്സിലാക്കണം. പിന്നെ അതെടുത്ത് മാറ്റപ്പെടുകയില്ല. അതിനോട് വിശ്വസ്തത പുലർത്തി അത് ഭംഗിയായി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും മനോഹരമായി മാറും. ദൈവത്തിന് മഹത്വമുണ്ടാകും, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുകയും ചെയ്യും. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.